അല്ലെങ്കിൽ ഈ പച്ചകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ രസം. എല്ലാ പച്ചകളും കൊണ്ട് ഇരുന്ന് കരയുക. 45 പേര് ഇംഗ്ലണ്ടിൽ നടക്കുന്ന 100 ലീഗിൽ രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഒരെണ്ണത്തിനെ പോലും അവരെടുത്തില്ല. ഇപ്പം അവരിരുന്നങ്ങ് കരച്ചിലാണ്. 100 ലീഗ് നടത്തുന്ന ഫ്രാഞ്ചൈസികളിലെല്ലാം IPL ഓണർമാരും അവർക്കതിനകത്ത് ഷെയർ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനികളെ മനഃപൂർവ്വം എടുക്കാത്തതെന്ന്. അങ്ങനെയെങ്കിൽ ഇപ്പം നടന്ന ബിഗ് ബാഷ് ഒന്ന് പരിശോധിക്കുമെങ്കിൽ ഒരു പാകിസ്ഥാനി പ്ലെയറെ അവരെടുത്തത്. അവരുടെ ഷൈനയൊക്കെ ഈഗിൾ എന്നൊക്കെയില്ലേ പറയുന്നത്. ഷൈനില്ല, നസീമില്ല, റാവുഫില്ല, അവരുടെ ഒരു പ്ലെയറിനും ഇല്ല. എന്നാൽ ബിഗ് ബാഷിൽ അവരെടുത്തത് ഒരു അമീർ ഒസാമ എന്ന് പറയുന്നൊരു സ്പിൻ ബോളറെ അവരെടുത്തത്. വേറെ ഒരാളെ എടുത്തില്ല. ഇന്ത്യൻ ഫ്രാഞ്ചൈസിയുടെ ഇൻവോൾവ്മെൻറ്റും അതിനകത്ത് കാണാം ചിലപ്പോൾ. പക്ഷേ പാകിസ്ഥാനി പ്ലേയേഴ്സ്, ആ 45 പ്ലേയേഴ്സിൽ ഇപ്പോൾ ടീമിൽ കളിക്കുന്ന 11 പേരിൽ ഒരു ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനോ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആ ടീമിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ആരെയും അതിനകത്ത് കാണാൻ കഴിയത്തില്ല. ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തുള്ള ഫ്രാഞ്ചൈസികൾ നമ്മളെ ഇപ്പം ഒരാളെ എടുക്കണമെങ്കിൽ, ഇപ്പം ഒരു ടീമിൽ നിന്ന് ഒരാളെ എടുക്കണമെങ്കിൽ ആ പുള്ളിക്ക് ആ ടീമിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയണം. അവർക്കോരോ ഗ്രൂപ്പ് സ്റ്റേജുകൾ കടന്നു പോയി കഴിഞ്ഞാൽ അവർക്കും എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റിലൂടെ ആയാലും കളി നടക്കുമ്പോഴായാലും അവർക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഇത് വന്ന് ഒരു ടീമിന് വേണ്ടി കളിച്ച് പോകുന്ന പോലെ അല്ല ഓരോ ഫ്രാഞ്ചൈസികൾ ഓരോ കളികളെ വിലയിരുത്തുന്നത്. ഇപ്പം എന്തായാലും നടക്കുന്ന 45ഓളം വരുന്ന പാകിസ്ഥാനി പ്ലെയർ, അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ നസീം ഷായും ഹാരിസ് റാവും ഷൈൻ ഷാ അഫ്രീദിയും ഒക്കെ അവർ രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇംഗ്ലീഷുകാർ അവരെ റിജക്റ്റ് ചെയ്തതായിട്ട് അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം മീഡിയകളിലൊക്കെ വന്നത് ഭയങ്കര കരച്ചില്ല. IPL ഇൻഫ്ലുവൻസ് ആണ്, ഇന്ത്യക്കാരാണ് ലീഗിലെ പകുതിയും നിയന്ത്രിക്കുന്നത്. അതെ, ഞാൻ പരിശോധിച്ചപ്പോൾ മിക്കുള്ള 4ഓളം ടീമുകളിൽ ഇന്ത്യൻ ഫ്രാഞ്ചൈസികളുടെ IPL ഫ്രാഞ്ചൈസികളുടെ ഓണർമാരുടെ അതിനകത്ത് ഷെയർ അവർക്കുണ്ട്. അവർ തന്നെയാണ് നടത്തുന്നത്. എന്നാൽ സൗത്ത് ആഫ്രിക്കയെ വെച്ച് നടന്ന 2020 ലീഗിലും ആരെയും എടുത്തില്ല. ഒരു പാകിസ്ഥാനി പ്ലെയറെ പോലും എടുത്തില്ല. അതിനകത്ത് പ്യുവറായിട്ട് തന്നെ എല്ലാം IPL അതേ ഫ്രാഞ്ചൈസികൾ തന്നെയാണ് അതിനകത്ത് ഷെയർ ഇട്ടിരിക്കുന്നത്. അവരുടെ ഷെയറും അതിനകത്തുണ്ട്. അതുകൊണ്ട് ആരെയും എടുത്തില്ല. ആ പാകിസ്ഥാനി പ്ലെയറെ മാത്രമല്ല അവരെടുക്കാഞ്ഞത്. നോക്കുമെങ്കിൽ ബംഗ്ലാദേശ് പ്ലെയറിനെ പോലും സെലക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പാകിസ്ഥാനി പ്ലെയർക്കും ബംഗ്ലാദേശ് പ്ലെയറെയും സെലക്ട് ചെയ്യാതെ അവരെന്തായാലും ഒരു റിജക്റ്റ് ചെയ്തു. പാകിസ്ഥാനികൾ കരച്ചിലാണ്. പിന്നെ ടാലൻ്റ് ഇല്ലാഞ്ഞിട്ട് പിന്നെ ഇന്ത്യക്കാരെ വന്നിട്ട് തെറി വിളിച്ചിട്ടോ ഇന്ത്യൻ ഫ്രാഞ്ചൈസിയെ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ. ഒന്നാമത് പാകിസ്ഥാൻ എന്ന ടീമിനെയെങ്കിലും ഒരു സെമിയിലേക്കെങ്കിലും എത്തിക്കാൻ ഈ ടീം മെമ്പേഴ്സിനാവട്ടെ. എന്നിട്ട് മതി പിന്നെ ഇന്ത്യക്കാരെ തെറി വിളിക്കുന്നതും ഇന്ത്യൻ ഫ്രാഞ്ചൈസികളെ തെറി വിളിക്കുന്നതും. ഇപ്പോൾ ഒരു മാച്ചൊക്കെ ജയിച്ച് കാണിക്കുക. ഒരു മാച്ച് വിന്നർമാരൊക്കെ ആ ടീമിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഒക്കെ പരിശോധിക്കുമെങ്കിൽ 2024 2020 നടക്കുമ്പോഴത്തേന് ഫസ്റ്റ് റൗണ്ടിൽ അമേരിക്കയോട് തോറ്റ് പുറത്താകുന്നു. 2022 സിംബാബ്വേയോട് തോക്കുന്നു. 2023 നടക്കുന്ന വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാനോട് തോറ്റ് പുറത്തു പോകുന്ന ടീം. ഇങ്ങനെയൊക്കെയുള്ള മെമ്പേഴ്സ് ഒക്കെ ആര് വഹവെക്കാനാണ്? അതുകൊണ്ട് നല്ല പെർഫോമൻസ് ഒക്കെ കാണിക്കുന്നവരെ എപ്പോഴായാലും എല്ലാ ടീമും ഏത് ഫ്രാഞ്ചൈസി ആണെങ്കിലും എടുക്കും. ഇപ്പം ന്യൂസ് വരുന്നത് 2026 മുഹമ്മദ് അമീർ IPL കളിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പുള്ളിക്ക് എന്തായാലും പാകിസ്ഥാനി പൗരനല്ല. ഇപ്പം പുള്ളി ഇപ്പോൾ അവിടെ പോയൊരു ബ്രിട്ടീഷ് വുമണിനെ കല്യാണമൊക്കെ കഴിച്ചു. ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട്. അതെന്തായാലും 2026 ചിലപ്പോൾ പുള്ളി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചേക്കാം എന്നൊക്കെ ഒരു ന്യൂസ് വരുന്നുണ്ട്. ടാലൻ്റ് ഉണ്ടോ? അങ്ങനെ ഇന്ത്യൻ ഫ്രാഞ്ചൈസി ആണോ അമേരിക്കൻ ഫ്രാഞ്ചൈസി ആണോ ഒന്നും ആരും നോക്കാറില്ല. ടാലൻ്റ് ഉള്ളവർ എപ്പോഴും എടുക്കും. ടാലൻ്റ് ഇല്ലാതെ കിടന്ന് കരഞ്ഞിട്ട് മീഡിയ വന്നിട്ട് ഇന്ത്യക്കാരെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല.